ഇവള പൈസ എങ്ങനെ തിരിച്ചു വയ്ക്കാൻ വിളിക്കുമായിരിക്കുമോ? ഹലോ, ആടി പറ. ഹലോ, എന്തൊക്കെ ഉണ്ടടാ വിശേഷം? സുഖമല്ലേ? ആ, എന്താ സുഖം, കുഴപ്പമില്ല, ഇങ്ങനെ പോകണം. അതെല്ലേ. ഞാൻ നിന്നോടേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ പറഞ്ഞോ? ഞാൻ ഒരു 5000 രൂപ തരാൻ പറ്റുമോ നിനക്ക്? അയ്യോ ഇല്ലല്ലോടി. അപ്പോൾ നീ ഇങ്ങനെ ചോദിച്ചാൽ ഇല്ലാഞ്ഞിട്ടാ? അല്ല, അമ്മ ഹോസ്പിറ്റലിലാണ്, അപ്പോൾ കുറച്ച് അത്യാവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓ, ആ എടാ, അതിപ്പോൾ നീ ഇല്ലാഞ്ഞിട്ടല്ലേ, ഉണ്ടായിട്ട് കള്ളം പറയണതൊന്നുമല്ലല്ലോ. 1 മാസത്തിൽ തരാമെന്ന് പറഞ്ഞിട്ടല്ലേ നീ മേടിച്ചത്. ഇതിപ്പോൾ പറഞ്ഞ 6-7 മാസമായി. ഓ, അപ്പം നീ എന്നോട് കണക്ക് പറയാൻ വേണ്ടി വിളിച്ചതാണ് അല്ലേ? ഇല്ലാത്തോണ്ടാ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ ഉണ്ടായിട്ട് കള്ളം പറയുകയാണെന്ന്. ഉണ്ടെങ്കിൽ തരില്ലേ? അല്ല, ഞാൻ നിന്നോട് കണക്ക് പറയല്ല, പക്ഷെ എന്താ വെച്ചാൽ അത്ര അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 5000 കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ, കയ്യിലുണ്ടെങ്കിലല്ലേ തരാൻ പറ്റുള്ളൂ. ഞാനും ഫുള്ള് പ്രശ്നത്തിലൊക്കെ തന്നെയാണ്. അല്ല അല്ല അങ്ങനെയല്ല, നിനക്കത് കുറേശ്ശായിട്ട് ഇങ്ങനെ തരാൻ നോക്കിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അല്ലത് ഇപ്പോൾ ഞാനും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് തന്നതല്ലോ. നിനക്കറിയണതല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വെച്ച പൈസയും കാര്യമാണ് നീ ഒരു ആവശ്യം പറഞ്ഞ് ചോദിച്ചപ്പോൾ തന്നു. ഉണ്ടാവുമ്പോൾ തരും. ഇത് എപ്പോഴും ചോദിച്ച് വിളിക്കണം എന്നില്ല. അപ്പം ഇത് ചോദിക്കാനാണെന്ന് വെച്ചാൽ ഈ വിളിക്കും വേണ്ട, കയ്യിലുണ്ടാകുമ്പോൾ തരും. അല്ല നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ശരി സാരില്ല. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത പോലെ. പൈസയൊക്കെ ഉണ്ട്, കൊടുത്ത് ബാക്കിയുള്ള 20,000 രൂപയല്ലേ വാങ്ങിച്ചുള്ളൂ. അതിനിപ്പോൾ ഇത്രയും കാണിക്കേണ്ട ആവശ്യമില്ല.